ബിസ്മില്ലാ അൽഹംദുലില്ലാ. പ്രിയമുള്ളവരെ, ഈ ദൃശ്യങ്ങൾ നിങ്ങൾ കാണുന്നുള്ളത് ഏതെങ്കിലും ഒരു കല്യാണ വീട്ടിലെ ദൃശ്യമല്ല, മറിച്ച് ഒരു ഉറൂസ് ഉത്സവം നടക്കുന്ന കേന്ദ്രത്തിലെ ഒരു ദൃശ്യമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിരോധിച്ച രൂപത്തിലുള്ള മ്യൂസിക്കിന്റെ അടമ്പടിയും സ്ത്രീ പുരുഷന്മാർ കൂടിക്കലരുകയും അതുപോലെ തന്നെ അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിരോധിച്ച ഖബർ കെട്ടിപ്പൊക്കുകയും അവിടെ മസ്ജിദുകൾ അലങ്കരിക്കാൻ പാടില്ല എന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ആ കൽപ്പനയ്ക്കെതിരായി പള്ളികൾ ദീപാലങ്കാരം കൊണ്ട് അലങ്കരിക്കുകയും ചെയ്തുകൊണ്ട് നടത്തുന്ന ഒരു ഉറൂസിന്റെ സ്ഥലമാണ് നിങ്ങൾക്ക് കാണുന്നത്. സഹോദരങ്ങളെ, ഏറ്റവും ഉത്തമ തലമുറയായി വളരേണ്ട മുസ്ലിം ഉമ്മത്ത് അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പനയ്ക്കെതിരായി പ്രവർത്തിച്ചുകൊണ്ട്. അസ്സലാമു അലൈക്കും. പ്രിയമുള്ളവരെ, ഇവിടെ ഒരു ഉറൂസ്, ആരിക്കാടി ഉറൂസ് എന്നാണ് അതിന് പേര് കൊടുത്തിട്ടുള്ളത്. ആ ഉറൂസ് സംബന്ധമായിട്ടുള്ള ചില കാര്യങ്ങളാണ് ആ സഹോദരൻ പറയുന്നത്. ഇൻഷാ അല്ലാഹ് അത് വീഡിയോയുടെ ബാക്കിൽ അതിൻ്റെ പൂർണ്ണമായിട്ടുള്ള ഭാഗം കേൾപ്പിക്കാം. എന്താണ് ഈ ഉറൂസുകളിലൂടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, എന്താണ് ഉറൂസ് എന്നുള്ളത് ഇതുവരെ എനിക്ക് ഇസ്ലാമിൻ്റെ ഭാഗമായിട്ട് പഠിക്കാൻ ശ്രമിച്ചിട്ട് കിട്ടിയിട്ടില്ല. ഉറൂസ് സ്വഹാബാക്കൾ ആരും ആഘോഷിച്ചിട്ടില്ല, നടത്തിയിട്ടില്ല. ഈ കൊട്ടുംപാട്ട്, ഈ ചാടിക്കളി, ഈ തരത്തിലുള്ള തെമ്മാടുത്തൊന്നും സ്വഹാബാക്കൾ അനുഷ്ഠിച്ചിട്ടില്ല. ഇനി ഇവർക്ക് ഉറൂസ് നടത്താൻ മതം ഒന്നും തടസ്സമല്ല. ഏത് മയ്യത്ത് കിട്ടിയാലും അതിൻ്റെ മതമോ അതിൻ്റെ ജീവിതമോ അതിൻ്റെ മറ്റുള്ള കാര്യങ്ങളൊന്നും അവർക്ക് തടസ്സമല്ല. ഒരു മയ്യത്ത് കിട്ടിയാൽ മതി. എന്നാൽ അവർ ജാറം പൊക്കുകയും എന്നിട്ട് അവിടെ ഉറൂസും കാര്യങ്ങളും നടത്തുകയും ചെയ്യും. ഇത് ഇങ്ങനെ പറയുന്നത് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് എന്താ ഇവൻ ഇങ്ങനെ പറയുന്നത്? സത്യമാണ് സഹോദരന്മാരെ, നിങ്ങളിത് ഇത് കേട്ടു നോക്കൂ. ഇത് ഓച്ചിറ ഉപ്പാപ്പ എന്ന് പറയുന്ന കുപ്പസ്വാമി എന്നാണ് ആ നാട്ടിൽ അറിയപ്പെട്ടിരുന്നത്. എന്നാൽ അയാൾ മരിച്ചപ്പോൾ അയാളുടെ ബന്ധുക്കൾ വന്നിട്ട് അയാളുടെ യഥാർത്ഥ പേര് പറഞ്ഞത് ദാമോദരൻ അയ്യപ്പൻ എന്നാണ്. അതിനെക്കുറിച്ച് മുൻ SSF പ്രവർത്തകന് കൂടിയായിരുന്ന ഒരു ഉസ്താദ് പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്, അതൊന്ന് കേൾക്കാം. കൊല്ലം ജില്ലയില് ഓച്ചിറ എന്ന് പറയുന്ന ഒരു പ്രദേശത്ത് എന്നും ഒരു ജാറം കാണാൻ കഴിയും. ഇന്ന് ആളില്ലാത്ത ഒരു ജാറം അവിടെ കാണുന്നു എങ്കിൽ കുപ്പസ്വാമി എന്നറിയപ്പെട്ട ദാമോദരൻ അയ്യപ്പൻ എന്ന് പറയുന്ന ഒരു മനുഷ്യന്റെ ജാറം കൊല്ലം ജില്ലയിലേക്ക് നിങ്ങൾ പോയി നോക്കുക. ഔറത്ത് പോലും മറയ്ക്കാതിരിക്കുന്ന ഈ മനുഷ്യന്റെ ഈ ചിത്രം ഹൈന്ദവ സഹോദരങ്ങൾ അവരുടെ വീട്ടിന്റെ മുന്നിൽ തൂക്കിയിരിക്കുകയാണ്. ഈ വീട്ടിന്റെ അനുഗ്രഹം കുപ്പസ്വാമി എന്ന ബോർഡോടുകൂടി. പ്രിയപ്പെട്ടവരെ, ഈ ജാറം ആരാണ് ഉദ്ഘാടനം ചെയ്തത്? ആരാണ് സമൂഹത്തിന്റെ മുന്നിലേക്ക് അവതരിപ്പിച്ചത്? നിങ്ങൾക്കറിയുമോ? കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരായിരുന്നു. അമുസ്ലിമാണ് എന്ന് പരക്കെ അറിയപ്പെട്ട അവിശ്വാസിയായ, അതുപോലെ കഞ്ചാവിന് അടിമയായിരുന്ന ഒരു മനുഷ്യൻ തന്റെ വലത് കൈയില് പച്ച കുത്തിയിട്ടുണ്ട്. ഹൈന്ദവ സഹോദരങ്ങൾ ആദരവോടുകൂടി വീക്ഷിക്കുന്ന ദേവി ദേവന്മാരുടെ ഫോട്ടോ പച്ച കുത്തിയിരുന്ന, സുന്നത്ത് പോലും കഴിച്ചിട്ടില്ലാത്ത കൊല്ലം ജില്ലയില് കഴിഞ്ഞ 15 വർഷത്തോളമായി ചുറ്റിക്കറങ്ങി നടന്നിരുന്ന ഈ മനുഷ്യൻ മരണപ്പെട്ടപ്പോ മുസ്ലിം പള്ളിയുടെ മുന്നില് കബറടക്കിയിട്ട് ആ ജാറത്തിന്റെ ഉദ്ഘാടന കർമ്മം നിശ്ചയിച്ചു. ഞാനന്ന് SSFന്റെ കൊല്ലം ജില്ലാ ജനറൽ സെക്രട്ടറിയാണ്. ഇന്ന് പകൽ സമയത്ത് വ്യാപകമായ ഒരു പ്രചരണം ഇവിടെ അഴിച്ചുവിട്ടു. SSFുമായിട്ട് എനിക്ക് ബന്ധമില്ല എന്ന്. പ്രിയപ്പെട്ടവരെ, ആർക്കാണ് തെളിയിക്കാൻ കഴിയുന്നത്? എന്റെ SSFന്റെ ബന്ധം നിഷേധിക്കാൻ ആർജവമുള്ള ഏതെങ്കിലും SSFന്റെ നേതാക്കന്മാരുണ്ടോ എന്ന് ഞാൻ ചോദിച്ചു പോകുകയാണ്. നിങ്ങൾക്കറിയുമോ, SSFന്റെ കൊല്ലം ജില്ലാ ജനറൽ സെക്രട്ടറി ആയിട്ടിരിക്കുമ്പോ ഈ മനുഷ്യന്റെ ഖബറ് അത് കെട്ടിയുണ്ടാക്കിയിട്ട് അത് ജാറമാക്കിയിട്ട് ആ മഹലിന്റെ ഭാരവാഹികൾ എന്നെ സമീപിച്ചിട്ട് പറഞ്ഞു, കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരെ ആ ജാറത്തിന്റെ ഉദ്ഘാടന കർമ്മത്തിന് സംഘടിപ്പിച്ചു തരണമെന്ന്. ഞാനന്ന് പറഞ്ഞു, എന്റെ അഭിമന്യ ഗുരു ഒരിക്കലും അതിന് കൂട്ടുനിൽക്കുകയില്ല. ഞാനത് പറയാൻ കാരണം കാരന്തൂർ മർക്കസ് സഖാഫത്ത് സുന്നിയയിലെ ഒരു പൂർവ്വ വിദ്യാർത്ഥി കൂടിയായ ഞാൻ പറഞ്ഞു, എന്റെ ഉസ്താദ് ഈ അനാചാരത്തിന് വരികയില്ല. നിങ്ങള് ഈ വിഭാഗത്തിന്റെ ആരെയെങ്കിലും വിളിച്ചു ഉദ്ഘാടനം ചെയ്യുക എന്ന് പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, എന്നിട്ടും അവിടെ ഒരു നോട്ടീസ് ഇറങ്ങി ജാറത്തിന്റെ ഉദ്ഘാടനം തീരുമാനിച്ചുകൊണ്ട്. ആരാണ് ഉദ്ഘാടനത്തിന് വരുന്നത്?
ആരാണ് ഉദ്ഘാടനത്തിന് വന്നത്? ശൈഖുന കാന്തപുരം എ.പി. അബൂബക്കർ മുസ്ലിയാര് ഉദ്ഘാടനം ചെയ്യുന്നു എന്ന് നോട്ടീസ് ഇറങ്ങിയപ്പോൾ കാരന്തൂർ മർക്കസു സഖാഫത്ത് സുന്നിയയില് ഫോണുമായിട്ട് ഞാൻ ബന്ധപ്പെട്ടിട്ട് കാന്തപുരം ഉസ്താദുമായിട്ട് ഫോണിൽ നേർക്കുനേരെ ബന്ധപ്പെട്ടിട്ട് ഈ മനുഷ്യന്റെ മുഴുവൻ കഥകളും ഞാൻ പറഞ്ഞു കൊടുത്തു. അദ്ദേഹം മുസ്ലിമാണ് എന്ന് പറഞ്ഞു കൊടുത്തു. അദ്ദേഹത്തിന്റെ ജീവിത ചരിത്രങ്ങൾ പറഞ്ഞു കൊടുത്തു. അതുകൊണ്ട് ഉസ്താദ് ഈ ജാറത്തിന്റെ ഉദ്ഘാടന കർമ്മത്തിന് വരരുത് എന്ന് പറഞ്ഞു. SKSSF പ്രവർത്തകര് അവിടെ ഈ ജാറത്തിനെതിരെ ഓച്ചിറയിലെ കുപ്പസ്വാമിക്കെതിരെ പരസ്യമായിട്ട് നോട്ടീസുമായിട്ട് രംഗത്ത് വന്നു. സമസ്തയ്ക്ക് ഈ മനുഷ്യനുമായി ബന്ധമില്ല എന്ന് പറഞ്ഞുകൊണ്ട് നോട്ടീസ് യുദ്ധവുമായിട്ട് രംഗത്ത് വന്നു. നോട്ടീസിന്റെ കൈവശം ഇപ്പോഴുമുണ്ട്. പ്രിയപ്പെട്ടവരെ, എന്നിട്ടും അവിടെ ജാറത്തിന്റെ ഉദ്ഘാടന കർമ്മത്തിന് നവംബർ 6-ാം തീയതി വ്യാഴാഴ്ച വൈകിട്ട് 6 മണിക്ക് നടന്ന മഗ്രിബ് നമസ്കാരാനന്തരം നടന്ന ആ ജാറത്തിന്റെ ഉദ്ഘാടന കർമ്മത്തിന് കാന്തപുരം എ.പി. അബൂബക്കർ മുസ്ലിയാർ വന്നു. എന്നിൽ നിന്ന് മുഴുവൻ കഥയും കേട്ടിട്ടുള്ള, അദ്ദേഹത്തിന്റെ ചരിത്രം പറഞ്ഞുകൊടുത്ത അദ്ദേഹത്തിന്റെ മക്കൾ ഇന്നും ജീവിച്ചിരിപ്പുമുണ്ട്. അവര് തന്നെ അവകാശപ്പെടുന്നു, ഇത് ഞങ്ങളുടെ പിതാവ് തിരുനെൽവേലി സ്വദേശി, തമിഴ്നാട്ടിലെ തിരുനെൽവേലി സ്വദേശി ദാമോദരൻ അയ്യപ്പനാണ് എന്ന് മക്കൾ ഇന്നും അവകാശപ്പെടുന്ന ആ മനുഷ്യന്റെ ജാറത്തിന്റെ മുന്നിലേക്ക് കാന്തപുരം എ.പി. അബൂബക്കർ മുസ്ലിയാർ വന്നിട്ട് ജാറത്തിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചുകൊണ്ട് 2.5 മണിക്കൂർ സമയം പ്രസംഗിച്ചു. എന്താണ് കാന്തപുരം പറഞ്ഞതെന്നറിയുമോ? ജീവിതത്തിൽ ഒരിക്കൽ പോലും കണ്ടിട്ടില്ലാത്ത, കേട്ടിട്ടില്ലാത്ത എല്ലാ കഥയും എന്നിൽ നിന്നും അറിഞ്ഞ എന്റെ ഉസ്താദ് അവിടേക്ക് വന്നിട്ട് പറഞ്ഞത് ആ മനുഷ്യന്റെ 1000 കറാമത്തുകളായിരുന്നു. 1000 കറാമത്തുകൾ പറഞ്ഞിട്ട് ജനങ്ങളെ ക്ഷണിക്കുകയാണ് സിയാറത്തിന്. പ്രിയപ്പെട്ടവരെ, ആ നിമിഷം ഈ ജാഹിലിയത്തിന്റെ പടിയിറങ്ങിക്കൊണ്ട് SSF ജില്ലാ സെക്രട്ടറി സ്ഥാനം പരസ്യമായിട്ട് രാജിവെച്ചുകൊണ്ടാണ് പുറത്തേക്ക് ഇറങ്ങിപ്പോരുന്നത്. എന്നിട്ടും ഞാൻ 2004 വരെയും SSF പ്രവർത്തന മേഖലയിൽ സ്ഥാനമില്ല എങ്കിലും ആ പ്രവർത്തന മേഖലയിൽ നിന്നിട്ടുണ്ട്. പല പരിപാടികളിലും പങ്കെടുത്തിട്ടുണ്ട്. എന്റെ 14 വർഷത്തെ വിവിധ പരിപാടികളുടെ നോട്ടീസുകൾ എന്റെ കൈവശമുണ്ട്. നിഷേധിക്കുന്നവരുടെ മുന്നിൽ ഞാൻ അവതരിപ്പിക്കാം. SSF മെമ്പർഷിപ്പുകൾ എന്റെ കൈവശമുണ്ട്. നിഷേധിക്കാൻ കഴിയില്ല. പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞു വന്നത് ഈ രൂപത്തില് ഔലിയാക്കന്മാരുടെ പേര് പറഞ്ഞുകൊണ്ട് പണപ്പിരിവ് നടക്കുകയാണ്, കച്ചവടവൽക്കരണം നടക്കുകയാണ്. നിങ്ങൾ ഇന്ന് കൊല്ലം ജില്ലയിലേക്ക് പോകുക, ഓച്ചിറയിലേക്കൊന്ന് കടന്നു ചെല്ലുക, അവിടെ ചെന്നിട്ടൊന്ന് അന്വേഷിക്കുക. ജാറം ഉദ്ഘാടനം ചെയ്ത അതേ ആഴ്ചയില് 35,000 രൂപയാണ് ഒരാഴ്ചയിലെ വരുമാനം അവിടെ ഉണ്ടായിരുന്നത് എങ്കിൽ ഇപ്പോൾ ചെല്ലുക, ഈ കഴിഞ്ഞ 1 വർഷത്തെ വരുമാനം വെറും 3,400 രൂപയാണ്. ആ പള്ളി ഇമാമിനോട് നിങ്ങൾ അന്വേഷിക്കുക. ഇസ്ലാഹി പ്രബോധകര് വ്യാപകമായിട്ട് ഈ അനാചാരത്തെ ചോദ്യം ചെയ്തുകൊണ്ട് പ്രഭാഷണം നടത്തിയപ്പോ ജനം സ്വീകരിക്കാൻ തുടങ്ങി. പല ജാറങ്ങളും അടച്ചുപൂട്ടുന്ന അവസ്ഥയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു. മനസ്സിലായല്ലോ? അപ്പോൾ മതമൊന്നും ഇവർക്കൊരു തടസ്സമല്ല. മയ്യത്തായാൽ മതി, മനുഷ്യൻ്റെ മയ്യത്തായാൽ മതി. ഇനി ആരും കണ്ടിട്ടില്ലെങ്കിൽ വല്ല കുരങ്ങിൻ്റെ, കഴുതയുടെ ശവമായാലും ഇവർ കുഴിച്ചിട്ടിട്ട് അതിൻ്റെ തലക്കുമ്പാത്ര പെട്ടിയും വെച്ചിട്ട് ഒരു ഉറൂസ് നടത്തും എന്നുള്ളത് തന്നെയാണ് പറയാനുള്ളത്. ഇങ്ങനെ പറയുമ്പോൾ ആർക്കെങ്കിലും ബുദ്ധിമുട്ട് തോന്നുന്നുണ്ടെങ്കിൽ ക്ഷമിക്കാൻ കഴിയാത്തതിൽ സഹിച്ചേ പറ്റൂ. സത്യമായിട്ട് പറയുക എന്നുള്ള ആ ഒരു ലക്ഷ്യത്തിൽ തന്നെയാണ് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇൻഷാ അല്ലാഹ് സഹോദരൻ്റെ ആരിക്കാടിയോ ഏതൊരു ഉറൂസിൻ്റെ ഒരു ഭാഗമായിട്ട് ആ സഹോദരൻ പറഞ്ഞ കാര്യങ്ങൾ അതുകൂടി ഇതിന്റെ ബാക്കിൽ ചേർക്കുന്നുണ്ട്. കാണുക, മനസ്സിലാക്കുക. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സഹോദരങ്ങളെ, ഏറ്റവും ഉത്തമ തലമുറയായി വളരേണ്ട മുസ്ലിം ഉമ്മത്ത് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൽപ്പനയ്ക്കെതിരായി പ്രവർത്തിച്ചുകൊണ്ട് ഏതൊരു മാർഗത്തിലേക്കാണ് ഇത് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിന് നേതൃത്വം നൽകുന്നതായ ആരാണെന്ന് വെച്ചാൽ ഏറ്റവും പ്രമുഖമായിട്ടുള്ള പണ്ഡിതന്മാർ എന്ന് അറിയപ്പെടുന്ന മുഴുവൻ ആളുകളും അവിടെ വരുന്നുണ്ട് ഈ ഉറൂസിന് വേണ്ടി.
നോക്കൂ സഹോദരങ്ങളെ, അതിനകത്തുള്ള ഒരു മനുഷ്യൻ, അവിടെ അറബി വലിയുള്ള എന്ന് പറയുന്ന ഒരു മനുഷ്യനെ കുറിച്ച് പറയുന്നുണ്ട്. യഥാർത്ഥത്തിൽ അവിടെ ഒരു മനുഷ്യൻ തന്നെ ഇല്ല എന്നാണ് ചരിത്രങ്ങൾ നമ്മളെ ബോധ്യപ്പെടുത്തുന്നുള്ളത്. കടലിലൂടെ ഒരു മനുഷ്യന്റെ ഭൗതിക ശരീരത്തിന്റെ ഒരു അവയവം, കയ്യോ കാലോ മറ്റോ ഒരു അവയവം അവിടെ കിട്ടി, അവിടെ കരക്കടിഞ്ഞെന്നും ആ അവയവം കൊണ്ടുപോയി അവിടെ മറമാടി അദ്ദേഹത്തെ വലിയായി പ്രഖ്യാപിച്ച് അവിടെ ഉറൂസുകളും ജാറങ്ങളും ഉണ്ടാക്കി വരുമാന കേന്ദ്രമാക്കി മാറ്റുകയാണ് ചെയ്തിട്ടുള്ളത്. നോക്കൂ, അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ വഹീന്റെ അടിസ്ഥാനത്തിലൂടെ പഠിപ്പിച്ച ആളല്ലാതെ വേറൊരാള് ഇന്ന വ്യക്തി നരകത്തിലാണോ, ഇന്ന വ്യക്തി സ്വർഗത്തിലാണോ, ഇന്ന വ്യക്തി വലിയാണോ എന്ന് നമുക്ക് നിർണയിച്ച് പറയാൻ പറ്റില്ല സഹോദരങ്ങളെ. നോക്കൂ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവനോട് ഉള്ള സമയത്ത് ഉസ്മാൻ ഇബ്നു മൽഊൻ റളിയല്ലാഹു അൻഹു അദ്ദേഹം വഫാത്താകുന്നുണ്ട്. ആ സമയത്ത് അദ്ദേഹത്തിന്റെ ജനാസ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സന്ദർശിച്ചപ്പോൾ അവിടെ ഉണ്ടായ ഒരു സംഭവം ഉമ്മു അലാ റളിയല്ലാഹു അൻഹു നമുക്ക് വിവരിച്ചു തരുന്നുണ്ട്. ഇമാം മുസ്ലിം റഹിമഹുള്ള രേഖപ്പെടുത്തിയ ഹദീസിൽ നമ്മൾക്ക് ഇപ്രകാരം കാണാൻ പറ്റും. അവർ പറയുകയാണ്, ഞാൻ പറഞ്ഞു, അബൂ സാഹിബ്, അള്ളാഹു താങ്കൾക്ക് കരുണ ചെയ്യട്ടെ, അള്ളാഹു നിങ്ങളെ ആദരിച്ചിരിക്കുന്നു. ഫശഹാദതി അലൈക ലഖദ് അക്രമകല്ലാഹ്, അള്ളാഹു സുബ്ഹാനഹു വ തആല താങ്കൾക്ക് കറാമത്ത് നൽകിയിരിക്കുന്നു, അഥവാ ആദരിച്ചിരിക്കുന്നു, താങ്കൾ അള്ളാഹുവിന്റെ വലിയാണ് എന്നുള്ള രൂപത്തിൽ അവർ പറയുകയാണ്. അപ്പോൾ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുകയാണ്, നിങ്ങൾക്ക് ഇത് എങ്ങനെ അറിയാം? അദ്ദേഹം അള്ളാഹുവിന്റെ അടുക്കലേക്ക് അദ്ദേഹം യാത്രയായി, അദ്ദേഹത്തിന് മരണം വന്നു കഴിഞ്ഞു, അദ്ദേഹത്തിന് അള്ളാഹുവിൽ നിന്നും നന്മ ഉണ്ടാകട്ടെ എന്ന് നമ്മൾ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. എന്നാൽ അള്ളാഹുവാണേ, ഞാൻ അവന്റെ റസൂലായിരിക്കെ എനിക്കോ നിനക്കോ എന്ത് സംഭവിക്കുമെന്ന് എനിക്കറിയില്ല. ഉമ്മു അലാ റളിയല്ലാഹു അൻഹ പറയുകയാണ്, അള്ളാഹുവാണേ സത്യം, ഇനി ഒരാളെ കുറിച്ചും ഞാൻ പരിശുദ്ധപ്പെടുത്തി പറയുകയില്ല. ഒരു വ്യക്തിയെ നഫ്സിനെ തസ്കിയത്ത് ചെയ്യാൻ നമുക്ക് സാധ്യമല്ല. അള്ളാഹു സുബ്ഹാനഹു തആലയാണ് നഫ്സിനെ തസ്കിയത്ത് ചെയ്യേണ്ടവൻ. ആ റബ്ബിന്റെ ഡ്യൂട്ടി ഏറ്റെടുത്തുകൊണ്ട് ഇന്ന വ്യക്തി വലിയാണ്, ഇന്ന വ്യക്തി വലിയല്ല എന്നുള്ള രൂപത്തിലൊക്കെ പറഞ്ഞുകൊണ്ട് ഖബറുകൾ കെട്ടിപ്പൊക്കി അവിടെ ഉറൂസിന്റെ കേന്ദ്രമാക്കി അവിടെ നേർത്ത വഴിപാടുകൾ അർപ്പിക്കുകയും ബുദ്ധിമുട്ടുകളെയും പ്രയാസങ്ങളും അവിടെ പോയി പറയുകയും ഇതിന് നേതൃത്വം നൽകുന്ന മതപുരോഹിതന്മാർ എന്നറിയപ്പെടുന്ന ആളുകളും. സഹോദരങ്ങളെ, ഈ ചെയ്തികളൊക്കെ ചെയ്തു കഴിഞ്ഞ് നാളെ പരലോക കോടതിയിൽ എത്തിക്കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ റസൂലിനെ ഹാജരാക്കുമ്പോൾ നിങ്ങളോട് ഒരു ചോദ്യം ചോദിച്ചാൽ, ഇങ്ങനെ ഒരു മതം ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ, നിങ്ങളുടെ മതം ഏതായിരുന്നു എന്ന് പ്രവാചകനെങ്ങാനും ചോദിച്ചാൽ നിങ്ങൾ എന്ത് മറുപടി പറയും? സഹോദരങ്ങളെ, ഒന്ന് ചിന്തിക്കുക. ഈ പോക്ക് നാളെ പരലോക കോടതിയിൽ വളരെ കഷ്ടത അനുഭവിക്കേണ്ട രൂപത്തിലേക്കുള്ള പോക്കാണ് സഹോദരങ്ങൾ. ഇതിൽ നിന്ന് പിന്മാറുക. ഇത്തരം ആചാരം നമുക്ക് ഒരു മുസ്ലിമിന് പറ്റിയതല്ല, മുസ്ലിമിന് പറഞ്ഞതല്ല. ഖബർ സിയാറത്ത് സുന്നത്താണ്. എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മളെ മരണത്തെ ഓർക്കാൻ വേണ്ടി, അതേപോലെ തന്നെ ആ ഖബറാളികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി, നമ്മുടെ മനസ്സിനെ ലോലമാക്കാൻ വേണ്ടി. ഇതുപോലുള്ള ഖബർ സിയാറത്ത് ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ മനസ്സിൽ ലോലത ഉണ്ടാവും സഹോദരങ്ങളെ. അവിടെ ആടിയും പാടിയും തിമർത്തും ആഘോഷമാക്കിയും അതിനുശേഷം അന്നദാനവും അതേപോലെ തന്നെ അവിടെ നേർച്ച വഴിപാടുകൾ അർപ്പിക്കുകയും അള്ളാഹുവിന്റെ റസൂൽ വിരോധിച്ച സുന്നത്തിനെതിരായിട്ടുള്ള ശിർക്കപരമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അവിടെ നടക്കുന്നില്ല സഹോദരങ്ങളെ. ഇനിയെങ്കിലും പരലോകത്ത് വിശ്വാസം ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് ചിന്തിക്കൂ. ഇനി ഇത് കേൾക്കുന്ന ആ ഉറൂസ് കമ്മിറ്റിക്കാരോട് ഒരു ചോദ്യം, നിങ്ങൾ അവിടെ കിടക്കുന്ന ആ വ്യക്തിയെ കുറിച്ച് വ്യക്തമായി അദ്ദേഹത്തിന്റെ അഡ്രസ്സ്, അദ്ദേഹം ഏത് നാട്ടുകാരനാണ്, അദ്ദേഹം എവിടെ നിന്നാണ് പഠിച്ചത്, അദ്ദേഹത്തിന്റെ കുടുംബം എങ്ങനെയായിരുന്നു, അദ്ദേഹത്തിന്റെ വ്യക്തി ജീവിതം എങ്ങനെയായിരുന്നു എന്ന് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? ഇല്ലെങ്കിൽ നിങ്ങൾ നാളെ പരലോക കോടതിയിൽ അള്ളാഹു സുബ്ഹാനഹു തആലയുടെ മുമ്പിൽ ഈ ചെയ്തികൾക്കും ആ നാട്ടുകാരെ മുഴുവനും ലലാലത്തിലേക്ക് നയിച്ചതിനും നിങ്ങൾ മറുപടി പറയേണ്ടി വരും. ആ കമ്മിറ്റിക്കാർ മറുപടി പറയേണ്ടി വരും. അള്ളാഹു സാക്ഷി, ഈ സന്ദേശം നിങ്ങൾക്ക് എത്തിച്ചിരിക്കുന്നു. ഇനിയും നിങ്ങൾ ചിന്തിക്കാൻ തയ്യാറായില്ലെങ്കിൽ നാളെ നിങ്ങളും ആ നാട്ടുകാർ മുഴുവനും നിങ്ങൾക്കെതിരായി അള്ളാഹുവിന്റെ കോടതിയിൽ ആ കമ്മിറ്റിക്കാർക്കെതിരായി റബ്ബിന്റെ മുമ്പിൽ സാക്ഷി പറയേണ്ട ഒരു ദിവസം വരാനുണ്ട്. അന്നേ ദിവസം നിങ്ങൾ സൂക്ഷിച്ചു കൊള്ളുക. അന്നേ ദിവസത്തേക്ക് വേണ്ടി നിങ്ങൾ മറുപടി തയ്യാറാക്കിക്കൊള്ളുക. അതല്ലെങ്കിൽ ഇത്തരം ദുരാചാരത്തിൽ നിന്ന് നാട്ടുകാരെ ആ ഷിർക്കിലേക്കും ബിദ്അത്തിലേക്കും കുഫറിലേക്കും കൊണ്ടുപോയി ആ പാവപ്പെട്ട മുസ്ലിം ഉമ്മത്തിനെ, ആ പാവപ്പെട്ട നാട്ടുകാരെ നരകത്തിലേക്ക് കൊണ്ടുപോകുന്നതിൽ നിന്ന് നിങ്ങൾ പിന്മാറുക. അതല്ലെങ്കിൽ റബ്ബിൽ നിന്ന് ഭയാനകമായ ശിക്ഷയാണ് നിങ്ങൾക്ക് വരാൻ പോകുന്നുള്ളത്. അള്ളാഹു സുബ്ഹാനഹു തആല മനസ്സിലാക്കാനുള്ള തൗഫീഖ് നൽകട്ടെ. നാം ഓരോരുത്തരെയും റബ്ബ് സുബ്ഹാനഹു തആല സത്യത്തിലായി ജീവിക്കുവാനും സത്യത്തിലായി മരിക്കുവാനും തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.